ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശിലോഹാം ഗോസ്പൽ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുകയാണ്. അല്പനിമിഷങ്ങൾ ദൈവവചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈനംദിന മാനുഷിക ജീവിതത്തിൽ വെല്ലുവിളി നിറഞ്ഞ ഈ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ പരാജയ ഭീതി അടഞ്ഞിട്ട് മനുഷ്യ ഹൃദയത്തിൽ തന്നെ ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന പല ചോദ്യങ്ങളാണ്. ജീവിതം സക്സസ് ആകാതെ വരുമ്പോൾ, ജീവിതത്തിൽ സമാധാനം നഷ്ടമായി കഴിയുമ്പോൾ, ജീവിതത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ആയി കഴിയുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പറയുന്ന പല വാക്കുകളിൽ ഒന്നാണ്, ഞാനൊരു പരാജയമാണ്. ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയും പാഴും ശൂന്യവുമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം തന്റെ സൃഷ്ടിയെല്ലാം നോക്കിയിട്ട് നല്ലത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് തന്നെയാണ്. ദൈവം തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച തന്റെ മനുഷ്യൻ അവൻ ഒരിക്കലും പ്രയോജനമില്ലാത്തവനല്ല, അവൻ ഒരിക്കലും പാഴും ശൂന്യവുമല്ല, അവൻ നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയമടയുമ്പോൾ പറയുന്ന വാക്കാണ്, ഞാനൊരു പരാജയമായി പോയി, ഞാനൊരു പാഴായി പോയി, ഞാനൊരു ശൂന്യമായി പോയി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഒരിക്കലും ഒരു പാഴല്ല, നാം ഒരിക്കലും ഒരു പ്രയോജനമില്ലാത്തവരല്ല. പക്ഷെ പലപ്പോഴും പ്രയോജനമില്ലാതാക്കി നമ്മെ തീർക്കുകയാണ്. കുടുംബജീവിതങ്ങളിൽ സമാധാനം തകർന്നു പോകുമ്പോൾ, തൊഴിൽ മേഖലകളിൽ പരാജയം സംഭവിച്ചു പോകുമ്പോൾ, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതത്തിനു വേണ്ടി കാംക്ഷിച്ചിട്ട് ആ ഭദ്രത നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പറയും, ഞാനൊരു പരാജയം. പക്ഷെ ദൈവം നമ്മെ പരാജയത്തിനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, വിജയത്തിന് വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ജീവിതത്തിൽ നിരാശകൾ, പരാജയങ്ങൾ ജീവിതത്തിൽ വന്നുകൂടുന്നു? പ്രയോജനമുള്ളതായി സൃഷ്ടിച്ച മനുഷ്യനെ പിശാച് പ്രയോജനമില്ലാത്തതാക്കി തീർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എന്നാൽ ഭൂമി പാഴായും ശൂന്യവുമായി തീർന്നു, ആഴത്തിനു മീതെ ഇരുൾ വ്യാപരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ട് പാഴും ശൂന്യവുമായി തീരുന്നു? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം പ്രയോജനമുള്ളതാണ്, ഒന്നും പാഴും ശൂന്യവുമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ട ദൂതനായിരുന്നു ലൂസിഫർ. ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും മഹോന്നതമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ ദൂതന് വീഴ്ച സംഭവിച്ചപ്പോൾ, അവൻ ആ സ്ഥാനത്തു നിന്ന് താഴെ വീണപ്പോൾ, അല്ലെങ്കിൽ അവൻ ആയിരുന്ന ആ ഉന്നതിയിൽ നിന്ന് അവൻ താഴെ പോയപ്പോൾ, അവന്റെ പിന്നീടുള്ള ലക്ഷ്യം മുഴുവൻ ആരും തന്നെക്കാൾ ഉയർന്നു വരരുത്. താൻ താഴെ വീണതുപോലെ, താൻ പരാജയത്തിൽ പോയതുപോലെ സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ഈ പരാജയത്തിലായി തീരണമെന്നാണ് ആ ലൂസിഫറിന്റെ ആഗ്രഹം. പലപ്പോഴും ഇരുൾ ഭൂമിയിൽ വ്യാപരിക്കുകയാണ്. ഈ ഇരുളാണ് മനുഷ്യനെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. നാം ഇന്നായിരിക്കുന്ന ഈ ഭൂമിയിലും ഇരുളിന്റെ വ്യാപാരം അധികമാണ്. ഈ ഇരുൾ അധികമായി വ്യാപരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് പ്രത്യാശയുണ്ട്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ഒരു രാത്രി ഉണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട്, രാത്രി കഴിയും, പകൽ അടുത്തിരിക്കുകയാണ്. രാത്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രാത്രിയിൽ ഇരുൾ അധികമാണ്. രാത്രിയിൽ ഇരുളിൽ മുൻപോട്ട് നടക്കണമെങ്കിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇരുളിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനായി കഴിയത്തുള്ളൂ. വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി മുൻപോട്ട് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്തു പോകുവാനിടയായിത്തീരും. വെളിച്ചമില്ലെങ്കിലോ ആ ഇരുളിനകത്ത് തപ്പിത്തടഞ്ഞ് ആ പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെപ്പാൻ കഴിയാതെ വണ്ണം അവിടെ തന്നെ വീണു പോകുവാനായിട്ടിടയായിത്തീരും. പക്ഷെ എന്നാൽ ദൈവവചനം പറയുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, ഉറപ്പാണ്. ഇതുവരെയും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട വ്യക്തികളോട്, അല്ലെങ്കിൽ ഞാനൊരു പാഴാണല്ലോ, ശൂന്യമാണല്ലോ എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുകയും ആവർത്തി പറയുകയും ചെയ്യുന്ന എന്റെ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, ഇന്നലെ വരെ പരാജയപ്പെട്ടു പോയ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ.
ഇന്നലെ വരെ ഇരുളടഞ്ഞു പോയ ഒരു ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട് കേട്ടോ. സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. തോൽവി അടഞ്ഞുപോയ തൊഴിൽ മേഖലകളിൽ ഒരു പ്രതീക്ഷയുണ്ട്. സാമ്പത്തിക ഭദ്രതയിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ഉയർച്ച കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ട്. രാത്രി കഴിയും, ഒരു പകലടുക്കും. 1 യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, സാക്ഷാൽ നമ്മുടെ ദൈവം, ആ ദൈവത്തിൽ ഇരുൾ ലവലേശമില്ല, അവൻ വെളിച്ചം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഇരുളിനെ തരണം ചെയ്ത്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും? നാം എല്ലാവരും ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യമായിരിക്കാം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ പരാജയമടഞ്ഞ ജീവിതത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണം? ഈ ഒരു ചോദ്യം ചോദിക്കാത്ത ഒരു മനുഷ്യനും കാണത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മളും ചോദിച്ചിട്ടുണ്ട് അല്ലെ? നിശ്ചയമായിട്ടും രക്ഷ പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണം? വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായിട്ടും ഈ ഇരുള് നിറഞ്ഞ ജീവിതത്തിലുള്ള പരാജയത്തെ തരണം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകുവാനായി കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇരുള് നിറഞ്ഞ പരാജയത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തു വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇന്നലെ വരെ പരാജയമായിരുന്നു, പക്ഷെ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ പരാജയത്തെ നമ്മുടെ കർത്താവ് വിജയമാക്കി തീർക്കുവാനിടയായിത്തീരും. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായി താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശീമോൻ പത്രോസിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശീമോൻ പത്രോസിന്റെ ബാക്ക്ഗ്രൗണ്ട്, താൻ ഒരു മുക്കുവനായിരുന്നു, മീൻ പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മീൻ പിടിക്കുന്ന മുക്കുവരെ കുറിച്ച് നാം ചിന്തിച്ചാൽ നമുക്കറിയാം, അവരുടെ താമസം എപ്പോഴും കടലിനോട് ചേർന്ന് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും അവർ താമസിക്കുന്നത്. ശിമോൻ പത്രോസിനെ കുറിച്ച് ചിന്തിച്ചാലും അദ്ദേഹവും ആ കടലിനോട് സമീപമായി താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കടൽ എന്താണെന്ന് നന്നായി അറിയാം, മീൻപിടുത്തം എന്താണ് എന്ന് നന്നായി അറിയാം. തന്റെ ചെറുപ്പം മുതൽ താൻ വളരെ ആ കാര്യത്തിൽ പ്രാവീണ്യം നേടിയ ഒരാളായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. തന്റെ തൊഴിലായിരുന്നു അത്. അങ്ങനെ ഓരോ ദിവസവും തന്റെ തൊഴിൽ മേഖലയിലേക്ക് താൻ കടന്നു പോകുന്നു, സക്സസ് ആയി വിജയം കൈവരിച്ച് താൻ വരുന്നു. എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലൊരു വിജയം തന്റെ ജീവിതത്തിൽ കൈവരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. നാം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു പരാജയപ്പെട്ട ഒരു രാത്രിയെ കുറിച്ചാണ് കാണുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, നിരാശയോടെ മടങ്ങി വരികയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ അധ്വാനിച്ചിട്ട് നിരാശയോടെ മടങ്ങി വന്ന എത്രയോ ദിവസങ്ങളുണ്ട്. നിരാശയോടെ നമ്മൾ മടങ്ങി വന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ആ നിരാശയോടെ നമ്മുടെ വീട്ടിലേക്ക് നാം മടങ്ങി വരുന്നു, നമ്മുടെ റൂമിലേക്ക് കയറുന്നു. പലപ്പോഴും നമ്മുടെ ബെഡിൽ തല ചായ്ച്ചു കിടന്നിട്ട് നമ്മൾ പറയുകയാണ്, അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയത്. ഇതേ ഒരു അനുഭവത്തിലാണ് പത്രോസും കടന്നു വന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വളരെ പ്രതീക്ഷയോടെയാണ് താൻ കടന്നുപോയത്. ഇന്നത്തെ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച് മീൻ പിടിച്ചൊരു വലിയ സമ്പത്തുമായി ഞാൻ മടങ്ങി വരും, എന്റെ ഭാര്യയും എന്റെ മക്കളെയും അല്ലെങ്കിൽ എന്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നുള്ള വളരെ പ്രതീക്ഷയോടെ പോയ പത്രോസ് നിരാശയോടെ താൻ മടങ്ങി വന്നിരിക്കുക. നിരാശയോടെ മടങ്ങി വന്ന് വലയൊക്കെ നന്നാക്കുന്ന സമയത്താണ് ലോകരക്ഷിതാവായ കർത്താവിന്റെ പ്രവേശനം അവിടെ നടക്കുന്നത്. ആ ലോകരക്ഷിതാവായ കർത്താവ് തന്റെ സമീപെ വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പത്രോസേ, ഒരു നിമിഷം നിന്റെ പടക് എനിക്ക് വേണ്ടി തരും. സംശയ ലവലേശമന്യേ പത്രോസ് തന്റെ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. യേശു ആ പടകിൽ കയറി അവിടെ കൂടിയിരുന്ന പുരുഷാരത്തോട് മുഴുവൻ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശുവി. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കടലിൽ എവിടെയാണ് മീനുള്ളത്, ഏതു ഭാഗത്ത് വല വീശിയാൽ മീൻ കിട്ടും, അതിന്റെ ലക്ഷണങ്ങളും സാഹചര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയാം. ബുദ്ധിയും യുക്തിയും ശക്തിയും ഉപയോഗിച്ച് കഴിഞ്ഞ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷെ ഒരു നന്മയും കിട്ടാതെ നിരാശയോടെ മടങ്ങി വന്നിരിക്കുന്ന സമയത്താണ് ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ആഴത്തിലേക്കും വല വീശുവി. സംശയ ലവലേശമന്യേ പത്രോസ് എന്ത് ചെയ്തു? യേശുവിന്റെ വാക്കിന് വല വീശുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ വല വീശിയ പത്രോസിന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ രാത്രി മുഴുവൻ മണിക്കൂറുകൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വന്ന പത്രോസ് വലിയ ഒരു പെരുത്ത മീൻകൂട്ടം കണ്ട് സന്തോഷത്തോടെ വല കരക്കടുപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയ സ്നേഹിതരെ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ.
ഇന്നലെ രാത്രി മുഴുവൻ നിരാശയുടെ രാത്രിയായിരിക്കാം. ഇന്നലെ മണിക്കൂറുകൾ മുഴുവൻ നിരാശയുടെ മണിക്കൂറുകളായിരിക്കാം. കഴിഞ്ഞ നാളുകൾ മുഴുവൻ നിരാശയുടേതായിരിക്കാം. യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമെങ്കിൽ ഇന്നലെ വരെ സംഭവിച്ച പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഇന്നലെ വരെ പരാജയമായി പോയ നിന്റെ കുടുംബജീവിതത്തിൽ സമാധാനത്തെ തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. പണച്ചെലവില്ല കേട്ടോ. ദീർഘദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. മലകൾ കയറേണ്ട ആവശ്യമില്ല. നേർച്ചകാഴ്ചകൾ കഴിക്കേണ്ട ആവശ്യമില്ല. നാം ഏതു സാഹചര്യത്തിൽ ഇരിക്കുന്നോ ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത്, യേശുവെ എന്റെ രക്ഷകനും കർത്താവും നാഥനുമായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിശ്ചയമായും നാം ആയിരിക്കുന്ന കുടിലെങ്കിൽ, നാം ആയിരിക്കുന്ന കൊട്ടാരത്തിലോ, നാം ആയിരിക്കുന്ന ഏതു സാഹചര്യമോ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. സാക്ഷാൽ ഇരുള് വ്യാപരിച്ച നമ്മുടെ ജീവിതത്തെ വെളിച്ചമാക്കുന്ന ഒരു കർത്താവ്, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കി തീർക്കുന്ന കർത്താവ്, ഒരു ലക്ഷ്യബോധമില്ലാതെ പോകുന്ന നമ്മുടെ ജീവിതത്തെ ലക്ഷ്യബോധമുണ്ടാക്കുന്ന കർത്താവ്. നിശ്ചയമായിട്ടും ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ കർത്താവിന് ഇന്ന് രാത്രികാലം പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷവാനാണ്. നിശ്ചയമായിട്ടും നാം ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഇന്നലകളിലെ എന്റെ പരാജയത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്നലകളിലെ എന്റെ തോൽവിയെ ജയമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ദൈവസേനയിലേക്ക് സമർപ്പിച്ച് ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, എന്റെ പരാജയത്തെ എനിക്ക് ജയമാക്കി നൽകി. എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായി വിട്ടു നൽകുക. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ നല്ലവനായ കർത്താവ് നിങ്ങളുടെ സമീപം മുൻപോട്ട് വെക്കേണ്ടുന്ന അതേ പാതകളെ അവൻ കാണിച്ചു തരുവാനിടയായിട്ട്, മുൻപോട്ട് പോകേണ്ടുന്ന നിർദ്ദേശങ്ങളെ ദൈവം നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായിട്ട്, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പരാജയത്തെ ഒരു വലിയ വിജയമാക്കി ദൈവം തീർപ്പാനായിട്ട് ഇടയായിട്ട്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആയിരിക്കുന്ന സ്ഥാനത്ത് അതേ കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുക. എന്റെ ദൈവം എന്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ദൈവമാണ്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടെ നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൽ അടയ്ക്കും. ഞങ്ങളുടെ പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്. കഴിഞ്ഞ നാളുകൾ വലിയ പരാജയമായി, കഴിഞ്ഞ നാളുകൾ വളരെ നിരാശയുടെ നാളുകളായി. പക്ഷെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് രാത്രി കഴിയും, പകലടും. ഇന്നലത്തെ പരാജയങ്ങൾ വിജയമായി തീരുമെന്ന് ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്ന കർത്താവ്. ഇന്നലകളിലെ നിരാശകൾ പ്രത്യാശയായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സാന്നിധ്യം ഹൃദയത്തിനകത്ത് വെളിപ്പെടേണ്ട കർത്താവ്. വലിയൊരു സമാധാനം ഹൃദയത്തിനകത്ത് വ്യാപരിക്കേണ്ട കർത്താവ്. വലിയൊരു സന്തോഷം ഹൃദയത്തിനകത്ത് വ്യാപരിക്കട്ടെ. വചനം ജീവിപ്പിക്കുന്ന വചനം, അങ്ങയുടെ വചനം അത് പുതിയ അത് സൃഷ്ടിപ്പുകളെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ. ഇതുവരെയും യേശുവില്ലാതിരുന്ന ഒരു യാത്രയാണ്. യേശുവിനോട് ചേർന്നുള്ള യാത്ര പ്രതീക്ഷയുടെ യാത്രയാണ്. നിശ്ചയമായിട്ടും യേശുവിനോട് ചേർന്ന് യാത്ര മുൻപോട്ട് നയിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ്